ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെല്ലാവരുടെയും മൊബൈലിലാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ. പല ആവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻസ് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് അല്ലേ. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നമുക്ക് ട്രിക്കുകളുണ്ട്. മീൻസ് ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റീവ് ആകുന്ന നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും അതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഫസ്റ്റ് ടൈം അവിടെ അതാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രൊഫൈൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താഴത്ത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈമായി നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റോറേജ്, അതായത് നിങ്ങളുടെ മൊബൈലിൽ എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് സിമ്പിളായിട്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അബൌട്ട് സെക്ഷനിലോട്ട് നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളത് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നാണ്. അതായത് നമുക്ക് ഈ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷനെ പോലെയല്ല ഗൂഗിൾ പ്ലേ സ്റ്റോർ. ആ അപ്ഡേഷൻ വരുന്ന സമയത്ത് തന്നെ അപ് ടു ഡേറ്റിൽ തന്നെ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അപ്ഡേഷൻ നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് നിങ്ങൾ അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ഓപ്ഷൻ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മാത്രം കാണപ്പെടുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ സ്റ്റോറേജ് സ്പേസ് എത്രയുണ്ട് എന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ തന്നെ ഒരു സ്പെസിഫിക്കേഷനാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അതിനായിട്ട് വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്ത് വരിക. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഫയൽ മാനേജർ എടുക്കും അല്ലെങ്കിൽ എക്സാൻഡർ എടുക്കും, അങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജിൻ്റെ സ്പേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മാനേജ് എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇനി നമ്മളെ പരിപാടി അതിലാണ്. അപ്പോൾ നിങ്ങൾ മാനേജ് സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിരവധി നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ 3 ലൈൻ കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന് പറയുന്ന സെക്ഷനാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് നിങ്ങളൊന്ന് സ്വിച്ച് ചെയ്ത് കൊടുക്കണം. ഏതിലേക്ക്? ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളതല്ലേ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ഏറ്റവും സെൻറ്ററത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈലിൽ ഉള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത, അതായത് ഒരു 5-6 മാസമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രീ സ്പേസുകൾ, അതായത് സ്റ്റോറേജ് സ്പേസുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ലീസ്റ്റ് യൂസിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോറേജിലും ഹിഡൻ ആയിട്ട് കിടക്കുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പല വ്യക്തികൾക്കും അറിയില്ല. നമ്മൾ സെർച്ച് ചെയ്യും ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യാനൊക്കെ. ചിലപ്പോൾ സ്റ്റോറേജ് സ്പേസ് ഫുള്ളാകുന്ന സമയത്തായിരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തൊക്കെ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യണം ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ആപ്പ് ഇൻഫോയുടെ സെക്ഷൻ നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പം ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിന് ക്യാച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം, സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഈ 2 ഓപ്ഷൻസും നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം. ഇത് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന 4 സ്റ്റോപ്പ് എന്ന ബട്ടൺ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും നമുക്ക് സെക്യൂരിറ്റിയാണ്, പ്രൈവസിയാണ്. സോ ഓക്കെ, കാരണം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ മൊബൈലിൻ്റെ ആക്സസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊടുത്ത ആക്സസ്സുകളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനാണ് ഞാനിപ്പം ഈ പറഞ്ഞ ട്രിക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ദെൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ,
ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങൾക്ക് അഗൈൻ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇതുപോലെ നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റെ ഇപ്പം ഒരു രീതിയിലും ഹാംഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇല്ല. ഇപ്പോൾ ഇത് 2 ഓപ്ഷൻസും നിങ്ങളുടെ എനേബിൾ ആയിട്ട് കിടക്കണം. എൻ്റെ ഇപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷന് എനേബിൾ അല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൊബൈലിൽ 2 ഓപ്ഷനും എനേബിൾ ആയിട്ട് കിടക്കണം. മാത്രമല്ല നിങ്ങൾക്ക് താഴത്ത് ആപ്പ് പ്രൈവസിയിൽ നിങ്ങൾക്ക് അൺയൂസ്ഡ് ആപ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് പെർമിഷൻസ് ഫോർ അൺയൂസ്ഡ് ആപ്സ്, നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ്, നമ്മുടെ മൊബൈലിലുള്ള നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിൽ നമ്മൾ എന്തെങ്കിലും ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കണമെങ്കിൽ, പെർമിഷൻസ് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് അവർ തന്നെ അതിൻ്റെ പെർമിഷൻസ് ഡിസേബിൾ ചെയ്ത് വെക്കും. ഓക്കെ, ഡിസ് അലൗഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഈ ഒരു ഓപ്ഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഫീച്ചർ നിങ്ങൾ ഇപ്പോൾ അറിയുന്നതായിരിക്കും. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനിൽ അതിൻ്റെ പെർമിഷൻസ് വെറുതെ എനേബിളായിട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഗൂഗിൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കലി അൺയൂസ്ഡ് ആപ്സിനെ നോക്കിയിട്ട് അവരുടെ പെർമിഷൻസ് നമ്മൾ അവർക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ പെർമിഷൻസ് മൊത്തത്തിൽ അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അലൗഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പെർമിഷൻസ് മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു പെർമിഷൻസ് സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നേരെ താഴത്ത് പെർമിഷൻസും കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് അലോഡ് ചെയ്ത് കൊടുക്കാത്ത പെർമിഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകൾ ഇനിയിപ്പോൾ പെർമിഷൻസ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.